ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ഉച്ചയ്ക്ക് ഉള്ള ഊണ് തയ്യാറാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചിക്കുനെ സ്കൂളിലൊക്കെ വിട്ടിട്ട് വന്നിട്ട് മാർക്കറ്റിൽ പോയിരുന്നു. അവിടെ നിന്ന് നേരെ മേടിച്ചിട്ട് വന്ന ഫിഷാണ് ഇത് കേട്ടോ. തെരച്ചി എന്നൊക്കെ പറയുന്ന ഒരു ഫിഷാണ് ഇത്. പണ്ടൊന്നും എനിക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ അറിയില്ലായിരുന്നു കേട്ടോ. കാരണം ഇത് ഡയറക്റ്റ് എൻ്റെ സ്കിൻ ഇളക്കിയെടുക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കാരണം തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലിയായിരുന്നു കേട്ടോ ഈ ഒരു ഫിഷ് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് ഇപ്പോൾ ഞാനത് ചൂടുവെള്ളം ഒഴിക്കും കേട്ടോ. എൻ്റെ മേത്തോട്ട് ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ സ്കിന്ന് വിട്ടുപോരും. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നിയുകൊണ്ട് ഇപ്പം ഞാൻ കാണുമ്പോൾ മേടിക്കാറുണ്ട് കേട്ടോ. ഈ ഫിഷ് ഞാൻ പണ്ട് അങ്ങനെ കഴിക്കത്തില്ലായിരുന്നു. കാരണം ചിക്കുൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഇത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇത് ആ സമയത്ത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മുതലാണ് എനിക്കിത് ഇഷ്ടം ആയി തുടങ്ങിയത് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് ഇത് കാണുമ്പോഴൊക്കെ മേടിക്കാറുണ്ട്. എപ്പോഴും ഒന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയ സമയത്ത് വെജിറ്റബിൾസ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്ത് വെക്കും കേട്ടോ. ഈ ഓർഗനൈസറിനകത്ത് വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ദിവസം കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഞാൻ കട്ട് ചെയ്തും ഇതിൻ്റെ ഉള്ളിൽ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് നമുക്കിപ്പോൾ തോരനോ മെഴുക്കുവരട്ടിയോ അങ്ങനെയൊക്കെ എന്താണോ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അത് ഞാൻ വെജിറ്റബിൾസൊക്കെ ഒരുമിച്ച് മേടിക്കും കേട്ടോ. ഒരുമിച്ച് മേടിച്ചിട്ട് അത് പറ്റുന്നിടത്തോളം നേരത്തെ തന്നെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കും കേട്ടോ. അപ്പോഴേക്കും നമുക്ക് രാവിലെ സ്കൂളിലേക്ക് കൊടുത്തു വിടാനൊക്കെ ആയിട്ട് വേഗത്തിൽ നമുക്കതെടുത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. തേങ്ങ തിരികെയും കൂടി ഞാൻ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറികളൊക്കെ ആക്കാൻ പറ്റും. അപ്പോൾ അതങ്ങനെ ഒരുമിച്ച് ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസമാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നിപ്പോൾ അത്രയും പച്ചക്കറി ഞാൻ മേടിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഒരു അച്ചാറൊക്കെ ആക്കണം. അപ്പോൾ ക്യാരറ്റും മാങ്ങയും കൂടെ ആക്കിയിട്ട് ഒരു അച്ചാറൊക്കെ ഇടാൻ പോകണം. അപ്പോൾ ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എപ്പോഴും ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് കേട്ടോ. അത് നമുക്കിപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും അത് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചൻ്റെ ജോലികൾ വളരെ വേഗത്തിൽ തീർക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരുമില്ല. നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. ഒത്തിരി ആൾക്കാരൊന്നും വീട്ടിലില്ല. ഞങ്ങൾ 3 പേരെ ഉണ്ടെങ്കിൽ കൂടി എല്ലാ വീട്ടിലും അതിൻ്റേതായിട്ടുള്ള ജോലികളുണ്ട്. അപ്പോൾ അത് കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മടുപ്പ് തോന്നാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്തു വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നെപ്പോലെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ കിച്ചണിൽ നിൽക്കുക എന്നുള്ളൊരിതും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് ജോലി തീർക്കുക, നമ്മുടെ ആ കാര്യം കഴിഞ്ഞ് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോവുക, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക, അതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ള കാര്യം കേട്ടോ. നേരത്തെയൊക്കെ ആണെങ്കിൽ കറക്റ്റ് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ജോലികളെല്ലാം തീർക്കുക. അന്ന് ചിക്കു സ്കൂളിൽ പോകുന്ന സമയമൊന്നും അല്ല കേട്ടോ. 10 മണിയാകുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ക്രാഫ്റ്റൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള സമയം കണ്ടെത്തുന്നത് ഞാൻ ആ സമയത്ത്. ചിക്കു സ്കൂളിൽ പോയത് കാരണം തന്നെ രാവിലെ എല്ലാ ജോലികളും തീരാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലുള്ള ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയി കഴിയും കേട്ടോ. ചില ദിവസങ്ങളിൽ മാത്രം ബ്രേക്ക്ഫാസ്റ്റ് മതി കൊണ്ടുപോകാനെന്ന് പറയുമ്പോഴേക്കും ഞാൻ ലഞ്ച് ആക്കാനായിട്ട് കുറച്ച് താമസിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ചില ഇടയ്ക്കുള്ള ദിവസങ്ങൾ മാത്രം, ബാക്കിയുള്ള ദിവസമൊക്കെ നമ്മൾ രാവിലെ തന്നെ ജോലി കഴിയാറുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നീടുള്ള സമയമാണ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നൊരു സമയം കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ചെയ്യുന്നത്, ഒറ്റയ്ക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്പേസില്ല, ആ ഒരു സ്പേസിലാണ് ഞാൻ എൻ്റെ ജോലികളെല്ലാം ചെയ്യാറ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, എഡിറ്റ് ചെയ്യുക, വീഡിയോ എന്താ എടുക്കേണ്ടതെന്ന് ആലോചിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്താണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അതേ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ മെഴുക്കുവരട്ടി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തങ്ങയാണ് കേട്ടോ. കഴുത്തങ്ങ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. കഴുത്തങ്ങ പണ്ടൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന, നമ്മുടെ സ്വന്തം സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അത് ഒത്തിരിയൊന്നുമില്ല. ഇപ്പോൾ ഒത്തിരിയും നല്ല ഒട്ടും തന്നെ ഇല്ല. കാരണം ഇവിടെ നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ. അതാണെങ്കിൽ ഇങ്ങനെ പടർന്ന് പിടിക്കുന്ന ഒരു ചെടിയല്ലേ. അപ്പോൾ അത് കാരണം തന്നെ അത് വളർത്താനുള്ള സ്ഥലവും ഇല്ല. അതൊട്ട് പിടിച്ച് കിട്ടുന്നതുമില്ല കേട്ടോ. ഞാൻ കുറച്ച് സ്ഥലം ഉണ്ടായിട്ട് കൂടി അത് വളർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് മേടിച്ചത് വെച്ചിട്ടാണ് ഇപ്പോൾ മെഴുക്കുവരട്ടി ആക്കുന്നത്. അതുപോലെ തന്നെ ഒരു തീയൽ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ തെരണ്ടി എന്ന് പറയുന്ന മീൻ നമ്മൾ തീയലാണ് ഞാൻ വയ്ക്കുന്നത് കേട്ടോ. വറുത്തരച്ചിട്ട് തീയലാക്കി വയ്ക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെയാണ് ഞാൻ പേസ്റ്റ് ആക്കി വയ്ക്കാറ്. നേരത്തെ ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ പേസ്റ്റ് ആക്കി വയ്ക്കുന്നത്. അപ്പോൾ കടുവറുത്ത് കുറച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കറിവേപ്പിലയും കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഉപ്പ് നേരത്തെ ചേർക്കേണ്ടതായിരുന്നു, അത് മറന്നുപോയതാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്ത് വന്നപ്പോഴേക്കും ഇതൊന്ന് കുറച്ചൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതൊന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തങ്ങ മെഴുക്കുവരട്ടി ആവും. അതിനകത്ത് സവാള കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ പുളിശ്ശേരിക്കും വെച്ചിട്ടുണ്ട്. പുളിശ്ശേരി നമ്മൾ തക്കാളി വെച്ചിട്ടാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. പെട്ടെന്നാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുളിശ്ശേരിയും കേട്ടോ. അപ്പോൾ അത് എല്ലാം കൂടി ഒരുമിച്ച് 3 ഗ്യാസ് ആണുള്ളത്. അത് കാരണം തന്നെ നമുക്ക് ഒരുമിച്ച് വയ്ക്കാൻ പറ്റും കേട്ടോ.
കേട്ടോ. അപ്പോൾ തീയലിന് ഉള്ള അരപ്പ് ദേ അരച്ച് അതും കൂടി ഒന്ന് ചേർത്ത് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മീൻ കൂടി ചേർത്ത് കൊടുക്കാം. അത് അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് പുളിശ്ശേരി ഇതേ ഒരു വിധം നമ്മളൊന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ കഴുത്തങ്ങയിൽ ഞാൻ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. പുളിശ്ശേരി ഒന്ന് തിളച്ച് പുളിശ്ശേരിയുടെ തക്കാളി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനുള്ള ഞാൻ പറഞ്ഞില്ലേ തേങ്ങ ഞാൻ എപ്പോഴും തിരുമ്മി വച്ചിരിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ പുളിശ്ശേരിക്ക് അരച്ചെടുത്തു. അതുപോലെ തന്നെ ചീരത്തോരനും വയ്ക്കുന്നുണ്ട്, ചീരയും കൂടി ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം വേണം എനിക്ക് അച്ചാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒട്ടുമിക്ക ദിവസങ്ങളിലുമുള്ള ജോലികൾ നടന്നു പോകാറ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പാട്ട് വയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പാട്ട് വയ്ക്കാറില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസോ എങ്ങാനും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ വീഡിയോയുടെ ഇടയിൽ എപ്പോഴെങ്കിലും ആ വോയിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഒക്കെ വരുന്നത് കാരണം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഉള്ള സമയങ്ങളിൽ അല്ലാണ്ട് നമ്മൾ വീഡിയോ എടുക്കാതെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഞാനിങ്ങനെ പാട്ട് വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയോ വീഡിയോ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടാണ് ചെയ്യാറ് കേട്ടോ. അപ്പം തന്നെ വേഗത്തിൽ നമ്മൾ പണികളെല്ലാം തീരും കേട്ടോ. അതുപോലെ ചീരയ്ക്ക് ഞാൻ കടുക് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം തന്നെ ചട്ടിയിലാണ് വെക്കുന്നത്, മൺചട്ടിയിൽ വെക്കുന്നതാണ് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ മൺചട്ടി യൂസ് ചെയ്യുമ്പോൾ ആദ്യം ഭയങ്കര എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗ്യാസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ലായിരുന്നു നമ്മൾ ഈ കടുക് വറുക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ അങ്ങനെ പൊട്ടിത്തെറിച്ചപ്പോൾ പിന്നെ എനിക്ക് പേടിയായിരുന്നു. പിന്നെയാണ് എനിക്ക് തോന്നിയത് നമ്മൾ വെച്ച് കുറേ നാളായ ചട്ടിയിൽ ഇങ്ങനെ പിന്നെ കടുക് വറുക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും അതിങ്ങനെ പൊട്ടില്ല കേട്ടോ. അങ്ങനെയാണെന്ന് തോന്നുന്നു, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഇപ്പോൾ എല്ലാം മെഴുക്കുവരട്ടി ആയാലും തോരനായാലും അവിയലായാലും ഒക്കെ ഞാൻ ചട്ടിയിലാണ് വെക്കാറ് കേട്ടോ. എനിക്ക് 3 ചട്ടിയുള്ളൂ കേട്ടോ. ഈ കാണുന്ന 3 ചട്ടികളിലാണ് ഞാൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വെക്കാറ് കേട്ടോ. അപ്പോൾ ഈ ചിലർ പറയില്ലേ മീൻ വെക്കുന്ന ചട്ടിക്കുള്ളിൽ നമ്മൾ വേറെ ഒന്നും വെക്കില്ല, അത് ശരിയാണ്. ബാക്കിയൊക്കെ ഞാൻ അല്ലാതെയാണ് ചെയ്യുന്നത്. ഈ 2 ചട്ടികളിൽ വെജിറ്റബിൾ വയ്ക്കുമ്പോൾ നമ്മൾ മറ്റേതിനകത്ത് നോൺ വെജ് ഒക്കെ വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. എനിക്ക് ചട്ടിക്കുള്ളിൽ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതുപോലെ അലുമിനിയം നമ്മൾ യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ലല്ലോ, അത് കാരണം തന്നെ അലുമിനിയം വളരെ കുറച്ചെന്നല്ല ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. അലുമിനിയം എന്തോ ഉണ്ട്, പക്ഷേ നമ്മളതിങ്ങനെ കറി വയ്ക്കാനൊന്നും ആയിട്ട് ഉപയോഗിക്കുന്നില്ല കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. അത് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ ഉള്ള പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി ക്ലീൻ ചെയ്ത് മാറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമാവും കേട്ടോ. പിന്നെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ഒന്ന് തുടച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ കിച്ചൺ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. എനിക്ക് ഈ ജോലികളെല്ലാം തീർക്കുക, പുറത്തേക്ക് പോവുക, നമുക്ക് അടുത്ത ജോലി ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. വേഗത്തിൽ തീർക്കുക എന്നുള്ളൊരു സംഭവമാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ ഇനി ഉള്ളത് പുളിശ്ശേരി ഒന്നായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ അരപ്പ് ഒന്ന് ചേർത്ത് പുളിശ്ശേരി വയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർക്കും. ഉലുവ പൊട്ടിക്കുന്നതിനോടൊപ്പം തന്നെ ഉലുവപ്പൊടിയും കൂടി ചേർക്കും. കടുക് വറുക്കുന്ന സമയത്ത് കുറച്ച് ഉലുവയും കൂടെ ചേർക്കും കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ കടുക് വറുത്തപ്പോഴത്തേക്കും ഉലുവ ഇടാനായിട്ട് മറന്നുപോയി കേട്ടോ. അതാണ്. പക്ഷേ പൊടി ഞാൻ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. പുളിശ്ശേരി വേഗം വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കടുക് വറുത്തെടുക്കും. കടുക് വറുക്കാനായിട്ട് ഞാൻ ഈ ഒരു സംഭവമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. നമുക്കത് പെട്ടെന്ന് തന്നെ ചൂടാവുകയും ചെയ്യും, വേഗത്തിൽ കടുക് വറുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ചട്ടി ഉപയോഗിക്കുന്നവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമ്മൾ കടുക് വറുക്കാൻ എങ്ങാനും പറ്റാതെ വരുന്ന ആദ്യം നമ്മൾ കടുക് വറുക്കാനായിട്ട് ബുദ്ധിമുട്ടില്ലേ, കാരണം ഇങ്ങനെ പൊട്ടുന്നൊക്കെ ഉള്ള പേടിയുള്ളവർക്ക് ഇതുപോലുള്ളൊരു സംഭവം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടുക് വറുക്കാൻ പറ്റും കേട്ടോ. വേഗത്തിൽ തന്നെ കടുക് വറുത്തെടുക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ എവിടെയോ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ട സമയത്ത്, അതായത് നമ്മുടെ കിച്ചണിൽ അമ്മി ഇരിക്കുന്ന ഏരിയ എപ്പോഴോ വീഡിയോ ഇട്ട സമയത്ത് ആരോ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അമ്മിയും അടുപ്പും കാണുന്നത് പോലെ വെക്കാൻ പാടില്ലെന്ന് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ട് അത്. പക്ഷേ എനിക്ക് അങ്ങനെ വെക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തത് കാരണമാണ് അതങ്ങനെ അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ചാറാക്കി കേട്ടോ. അച്ചാർ ഉണ്ടാക്കുന്ന ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാറും റെഡിയായി. പിന്നെ അച്ചാറും ചോറും മെഴുക്കുവരട്ടി നാരങ്ങ അച്ചാറും കൂടി ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ഒരു ഊണ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ